പണ്ട് 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 200 വർഷങ്ങൾക്ക് മുൻപ് സത്യമംഗലം എന്നൊരു കാടുണ്ടായിരുന്നു. അവിടെ ഭാവി പ്രവചിക്കാൻ കഴിയുന്ന അതിമാനുഷികയായ ഒരു മന്ത്രവാദിനിയും ജീവിച്ചിരുന്നു. ഒരു ദിവസം ഒരു പയ്യൻ ആ മന്ത്രവാദിനിയെ കാണാൻ പുറപ്പെട്ടു. കാട്ടിലൂടെ ഒരുപാട് ദൂരം അലഞ്ഞു തിരിഞ്ഞതിന് ശേഷം അങ്ങനെ അവൻ ഒരു പഴയ വീടിന്റെ മുന്നിലെത്തി. അകത്ത് എന്തൊക്കെയോ മന്ത്രങ്ങൾ കേട്ട് ആ വീട്ടിലേക്ക് കയറിയ അവൻ താൻ തേടി വന്ന മന്ത്രവാദിനിയെ അവിടെ വെച്ച് കണ്ടുമുട്ടി. അവൻ പറയാതെ തന്നെ മന്ത്രവാദിനി അറിഞ്ഞു അവന്റെ ആഗമനോദ്ദേശം. മന്ത്രവാദിനി അവനോട് തന്റെ മുൻപിലുള്ള മാന്ത്രിക ഗോളത്തിൽ കൈവയ്ക്കാൻ ആവശ്യപ്പെട്ടു. അവൻ കൈവച്ചതും അവന്റെ കണ്ണുകളിൽ നിന്നും തലച്ചോറിലേക്ക് കാലചക്രത്തിന്റെ ഒരു പ്രയാണം തന്നെ നടന്നു. അവൻ കണ്ടു ഒരു പുതിയ ലോകം. നൂതന സാങ്കേതിക വിദ്യകളാൽ സമ്പന്നമായൊരു ലോകം. മനുഷ്യനും മനുഷ്യനിർമ്മിതികളായ റോബോട്ടുകളും ഒരുമിച്ച് വസിക്കുന്ന അപൂർവമായൊരു ലോകം. എല്ലാവരും സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന, എങ്ങും സന്തോഷവും ആഘോഷവും നിറഞ്ഞിരുന്ന ഒരു ലോകം. വളരെ മനോഹരമായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അത് സംഭവിച്ചത്. അവിടെ നിന്നാണ് എല്ലാം മാറാൻ തുടങ്ങിയത്. ഇന്നത്തെ പ്രധാന വാർത്തകൾ: ബാറ്ററി മോഷണം, റോബോട്ട് അറസ്റ്റിൽ. പാലക്കാട് വലിയങ്ങാടിൽ വെച്ചാണ് ഉണ്ണിക്കണ്ണൻ എന്ന റോബോട്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കിയ ആൻഡ്രോയിഡ് ലോനപ്പനെ ഓടിച്ചിട്ട് പിടിച്ച് നാട്ടുകാർ. പപ്പടത്തെ ചൊല്ലി തർക്കം, യുവാവിന്റെ തല അടിച്ചു പൊട്ടിച്ച് ആൻഡ്രോയിഡ് മണിയൻ. സംഭവം കൊല്ലം കുണ്ടറയിൽ. പ്രണയ നൈരാശ്യം, സുഹേൽ റോബോട്ട് ജീവനൊടുക്കാൻ ശ്രമിച്ചു. ഫേക്ക് ID തിരിച്ചറിയാൻ കഴിയാത്തതിൽ മനം നൊന്താണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. USB പോർട്ടിൽ സ്വർണ്ണക്കടത്ത്, റോബോ തങ്കപ്പനെ പൊക്കി പോലീസ്. ബസിൽ നഗ്നതാ പ്രദർശനം, ജാമ്യത്തിൽ ഇറങ്ങിയ റോബോ സവാദന് സ്വീകരണവുമായി ഓൾ കേരള മെയിൽ റോബോ ഫെഡറേഷൻ. തന്റെ ഭാവി മുന്നിൽ കണ്ട് വിറങ്ങലിച്ചു നിന്ന ആ യുവാവ് മനസ്സുമടുത്ത് ഒരു തീരുമാനത്തിലെത്തി. ആ രഹസ്യം അവനോടൊപ്പം തന്നെ മണ്ണിലലിഞ്ഞു തീരാനായി അവൻ സ്വയം ഒരു കുഴി കുത്തി മണ്ണിട്ടു മൂടി. പറഞ്ഞു പോയത് അച്ഛ.